ഐ വാസ് ഇൻ മങ്ക് മൂഡ് ദി ലാസ്റ്റ് 2 months. ഈ കഴിഞ്ഞ 2 മാസങ്ങളായിട്ട് ഞാൻ എൻ്റെ ലൈഫ് ഫുള്ളൊരു മങ്ക് മൂഡിൽ ലോക്ക് ചെയ്തേക്കായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളൊപ്പം പുറത്തേക്ക് പോലില്ല. ഞാനൊരു ടൈപ്പ് ഓഫ് ബാഡ് ഹാബിറ്റ്സും ഫോളോ ചെയ്തില്ല. ഡെയിലി വർക്ക്, ഈറ്റ്, സ്ലീപ്പ് ഈ സംഭവങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യായിരുന്നു. ഡെയിലി രാവിലെ 4 മണിക്ക് എണീക്കുക, ഓടാൻ പോകുക, വീഡിയോ ഷൂട്ട് ചെയ്യുക, ബുക്ക് വായിക്കുക, സ്ക്രിപ്റ്റ് ചെയ്യുക, ഇങ്ങനെ വർക്ക് ഒരു മൂഡിലായിരുന്നു. ഇതിലാണെങ്കിലോ കുറേ അഡ്വാൻറ്റേജസും ആൻഡ് കുറേ ഡിസ്അഡ്വാൻറ്റേജസും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സോ അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ നിങ്ങളെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മങ്ക് മൂഡ് യൂസ് ചെയ്യാന്ന്. നിങ്ങൾ ചാനലിൽ പുതിയതാണെന്നുണ്ടെങ്കിൽ മൈ നെയിം ഈസ് മുബഷിർ. ഐ ടോക്ക് അബൌട്ട് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. അതിൽ മെയിനായിട്ട് ഈ വീഡിയോനെ ഞാൻ 2 പാർട്ടാക്കിയിട്ട് തിരിച്ചിട്ടുള്ളത്. അതിൽ ഫസ്റ്റത്തെ പാർട്ട് പറയുന്നത് വാട്ട് ഈസ് ആക്ച്വലി മങ്ക് മൂഡ്, എന്താണ് മങ്ക് മൂഡ്, എന്താണ് മങ്ക് മൂഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ രണ്ടാമതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പ്രോട്ടോകോൾസ്. മങ്ക് മൂഡ് നമ്മൾ സെർട്ടൈൻ പീരീഡിലൊക്കെ നമ്മുടെ ലൈഫിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ച് പ്രോട്ടോകോൾസ് ഫോളോ ചെയ്യുന്നുണ്ട് അതും. രണ്ടാമത്തെ പാർട്ടിലായിട്ട് ഈ മങ്ക് മൂഡിൻ്റെ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജസും. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. അതിൽ ഫസ്റ്റത്തെ പാർട്ടായ വാട്ട് ഈസ് ആക്ച്വലി മങ്ക് മൂഡ് എന്ന് പറഞ്ഞുതരാം. മങ്ക് മൂഡ് കൊണ്ട് മീൻ ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. നമ്മളെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ അതായത് നമ്മൾ വിചാരിച്ച എന്തെങ്കിലും സംഭവം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒരു സെർട്ടൈൻ പീരീഡിലേക്ക്, കുറച്ച് കാലത്തേക്ക് ഒരു ഡിസ്ട്രാക്ഷനിലേക്കും പോകാതെ ഫുള്ള് ആ സംഭവത്തിനെ, ആ ഗോൾസുമേ മാത്രം ഒബ്സസ് ചെയ്ത് ഡെയിലി അതിനു വേണ്ടി വർക്ക് ചെയ്യണേ ഒരു പീരീഡ് ഉണ്ടാക്കിയെടുക്കുക. ആ പീരീഡ്, ആ ടൈം എന്ന് പറയുന്നത് ചിലപ്പോൾ ദിവസങ്ങളാകാം, ആഴ്ചകളാകാം, മേ ബി മാസങ്ങളാകാം. അതൊക്കെ ഓരോരുത്തരുടെ ഗോൾസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ബ്രീഫ്ലി പറയുകയാണെങ്കിൽ ഒരു സംഭവം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിസ്ട്രാക്ഷനിലോട്ടോ ഒരു സംഭവത്തോട്ട് പോകാതെ അതിമ മാത്രം ഒബ്സസ് ചെയ്ത് ഡെയിലി അതിനു വേണ്ടി വർക്ക് ചെയ്യുക. ഇതാണ് മങ്ക് മൂഡ്. മങ്ക് മൂഡ് ക്ലിയർ ആയി കരുതുന്നു. രണ്ടാമത്തെയാണ് മങ്ക് മൂഡ് നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിന് നമ്മൾ നോക്കേണ്ട ചിലപ്പോൾ പ്രോട്ടോകോൾസ് ഉണ്ട്. നമ്മൾ എന്ത് സംഭവവും നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിന് ഫോളോ ചെയ്യേണ്ട സംഭവം ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അതിൽ ഫസ്റ്റത്തെ സംഭവമാണ് അവോയ്ഡ് ആൾ ടൈപ്സ് ഓഫ് ചീപ്പ് ഡോപ്പമൈൻ. നമ്മളെല്ലാവരും നമ്മളെ ബ്രെയിന് കുത്തി നിറച്ചിരിക്കണം എന്തുകൊണ്ടാണ് അറിയും? നമ്മളെ ഈ ചീപ്പ് ഡോപ്പമൈൻ കൊണ്ടാണ്. ലൈക്ക് സോഷ്യൽ മീഡിയ സ്ക്രോളിങ്, ഡ്രഗ്സ്, പോണ്, അതുപോലെ തന്നെ നമ്മളെ ജങ്ക് ഫുഡ് ഈ സംഭവങ്ങളൊക്കെ കഴിച്ച് നമ്മളെ ബ്രെയിനിന് ഫുള്ള് ഹിറ്റ് ഡോപ്പമൈൻ, ഇൻസ്റ്റൻ്റലി ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്ന സംഭവങ്ങൾ കൊടുത്ത് ഫുള്ള് ചീറ്റായിട്ടുള്ള ഡോപ്പമൈൻ കൊണ്ട് നമ്മളെ ബ്രെയിന് ഫുൾഫിൽ ചെയ്ത് വെച്ചേക്കാണ്. സോ അപ്പോൾ എന്ത് ചെയ്യുക, ഞങ്ങൾ മങ്ക് മൂഡ് യൂസ് ചെയ്യുന്നതിന് പകരം, അല്ലെങ്കിൽ മങ്ക് മൂഡ് നിങ്ങളുടെ ലൈഫിൽ ഒരു സെർട്ടൈൻ പീരീഡിലേക്ക് വരെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 6 മാസത്തേക്ക് ഒരു സംഭവം പഠിക്കാൻ ഉദ്ദേശിച്ചു. അപ്പോൾ ഒരു സംഭവത്തിലോട്ട് നിങ്ങൾ പോകണില്ല എന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ഇങ്ങനത്തെ ഡോപ്പമിനൊക്കെ കട്ട് ചെയ്യുക. അതിനെന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങളെ ബ്രെയിൻ ഒന്ന് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഒന്ന് നിങ്ങൾക്ക് നാച്ചുറലൊക്കെ ഇറങ്ങാം. അതായത് ടെക്നോളജി പരമായിട്ട് അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ലാതെ ഫോണോ ലാപ്പോ അല്ലെങ്കിൽ മ്യൂസിക്കോ ഹെഡ്സെറ്റ് അങ്ങനെ ഒരു സംഭവം അല്ലാതെ, ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളില്ലാതെ ജസ്റ്റ് നാച്ചുറക്ക് പ്രകൃതിക്ക് നിങ്ങളെ ബോഡി ഇറങ്ങുക. എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, കൂൾ മൈൻഡിലേക്ക് നിങ്ങളെ മൈൻഡിനെ എത്തിക്കുക. അതുപോലെ തന്നെ ആൾക്കാരായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്ത് കുറിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഒന്നും കൂടി നമ്മളെ മൈൻഡ് അല്ലെങ്കിൽ നമ്മളെ ബ്രെയിൻ ഒന്നും കൂടി കാമാക്കിയിട്ട് എന്ത് ചെയ്യാം. രണ്ടാമത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഹെവി വർക്കൗട്ട്. നമുക്ക് പെയിൻഫുൾ ആയിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ, ജിമ്മ് പോയിട്ട് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, റണ്ണിങ്ങോ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മളെ ഈ ചീപ്പ് ഡോപ്പമിന് നമ്മൾ ബ്രെയിനിന് കൊടുത്ത് ആ സംഭവം മാറ്റിയിട്ട് എന്ത് ചെയ്യുക, ഒരു നല്ലൊരു എൻവയോൺമെൻറ്റിലേക്ക് നിങ്ങളെ ബ്രെയിനിനെ മാറ്റുക എന്നുള്ളൂ ബ്രീഫ്ലി പറയുകയാണെങ്കിൽ. രണ്ടാമത്തെ പ്രോട്ടോകോളാണ് അവോയ്ഡ് ആൾ ടൈപ്സ് ഓഫ് ഡിസ്ട്രാക്ഷൻസ്. നമ്മൾ ഇങ്ങനെ ഈ ഫോക്കസ് ചെയ്യണതും ഇങ്ങനെ ഒരു മങ്ക് മൂഡ് ഉണ്ടാക്കുന്നതും ഈ സെർട്ടൈൻ പീരീഡ് ഉണ്ടാക്കുന്നതൊക്കെ എന്തിനാ, നമ്മൾ ഒരു സംഭവത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെ ഫോക്കസിനെ നല്ല രീതിയിൽ ഡിസ്ട്രാക്ഷൻ ചെയ്യണേ, അല്ലെങ്കിൽ നമ്മളെ ഫോക്കസിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണേ, അങ്ങനെ വല്ല ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ എന്ത് ഡിസ്ട്രാക്ഷൻ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് കട്ട് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക ആ ഡിസ്ട്രാക്ഷൻ. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ സെർട്ടൈൻ പീരീഡ് കഴിയണ വരെ, നിങ്ങളെ ഗോൾ അച്ചീവ് ചെയ്യണ വരെ ആ സംഭവത്തിൽ മാറി നിൽക്കുക. ഒരു കോമൺ ആയിട്ട് മെയിനായിട്ട് 2 ഡിസ്ട്രാക്ഷൻ ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോഴത്തെ വേൾഡിന് നമുക്ക് കോമൺ ആയിട്ട് കുറേ ഡിസ്ട്രാക്ഷൻ ഉണ്ടാവും. ഓരോരുത്തരുടെ ഗോൾസ് അനുസരിച്ച് ഓരോരുത്തർക്ക് പല ഡിസ്ട്രാക്ഷൻ ഉണ്ടാവും. ഞാൻ മെയിനായിട്ട് 2 ഡിസ്ട്രാക്ഷൻ പറഞ്ഞുതരാം. അതിൽ ഫസ്റ്റത്തെ ഡിസ്ട്രാക്ഷനാണ് നമ്മളെ ഫോൺ. നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിനെയാണ് നമ്മളെ വൺ ഓഫ് ദി മോസ്റ്റ് എനിമി അറിയണത്. നമ്മൾ എന്ത് സംഭവം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ എങ്ങനെയാണ് നമ്മളെ ഫോക്കസിനെ, അല്ലെങ്കിൽ നമ്മളൊരു സംഭവം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മളതിന് ഡിസ്ട്രാക്ഷനിലോട്ട് നയിക്കണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ ഫസ്റ്റത്തെയാണ് സോഷ്യൽ മീഡിയയിൽ ആര് എന്ത് പോസ്റ്റ് ചെയ്യുകയാണെങ്കിലും, റീൽ ഇടുകയാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റോറി ഇടുകയാണെങ്കിലും ഒക്കെ, ഇൻക്ലൂഡിങ് മീ, നമ്മളെല്ലാവരും പോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റീലൊക്കെ ചെയ്യുന്നതാ നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഹാപ്പിനെസ്, അച്ചീവ്മെൻറ്റ്സ് അല്ലെങ്കിൽ നല്ല സംഭവങ്ങൾ മാത്രം. ആരും ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഓലെ ലൈഫിൽ നടക്കുന്ന സാഡ്നെസ്സോ അല്ലെങ്കിൽ ഡിപ്രഷനോ അല്ലെങ്കിൽ ഒരു ബാഡായിട്ട് സൈഡോ ആരും ഓലെ സോഷ്യൽ മീഡിയ വഴി ആർക്കും കാണിച്ചു കൊടുക്കില്ല. എല്ലാവരും നല്ല സംഭവങ്ങളെ മാത്രമേ ഈ പബ്ലിക്ക് കാണിച്ചു കൊടുക്കുകയുള്ളൂ.
ഓൾസോ അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ സോഷ്യൽ മീഡിയ ആപ്പ് ഏതായാലും ഇൻസ്റ്റയിലും യൂട്യൂബിൽ ഏത് സംഭവം എടുത്ത് നോക്കി കഴിഞ്ഞാലും അതിൽ കാണുക 99% അതിൽ എന്താ കാണുക, മറ്റുള്ള ആൾക്കാരുടെ ലൈഫിൽ നടക്കുന്ന ഹാപ്പിനെസ്, അച്ചീവ്മെന്റ്സ് ഒക്കെ കാണാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പോലും അറിയാതെ നമ്മളെ ബ്രെയിന് നമ്മളെ ഉള്ളിൽ എന്തിട്ടരും, ഒരു കമ്പാരിസൺ ഇട്ടരും. ഓൻ്റെ ലൈഫ് ഫുള്ള് സെറ്റാണ്, ഓനക്ക് നല്ല പാർട്ണർ ഉണ്ട്, ഓനക്ക് നല്ല വണ്ടി ഉണ്ട്, ഓനക്ക് പൈസ ഉണ്ട്. നമ്മൾ ഓട്ടോമാറ്റിക് ഇന്ന് നമ്മളെ ലൈഫിലാണെങ്കിൽ ഒന്നുമില്ല. മേ ബി ഓനെങ്കാട്ടിലും റിയൽ ലൈഫ് വെച്ച് നോക്കുമ്പോൾ ഓനെങ്കാട്ടിലും എത്ര ബെറ്റർ നമ്മളെ ലൈഫ് ആണെങ്കിൽ പോലും നമ്മൾ ഈ സോഷ്യൽ മീഡിയ കണ്ട് ബ്രെയിൻ അങ്ങനെ നമ്മളെ കമ്പാരിസൺ ചെയ്ത് ഈ കമ്പാരിസൺ എന്ത് കില്ലയും നമ്മളെ ഫോക്കസിനെ കില്ലയും. നമ്മളെ ഫോക്കസിനെ കില്ല ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നമ്മളെ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ആ ഒരു താല്പര്യവും ആ ഒരു നമ്മളെ സെൽഫ് എസ്റ്റീം സംഭവങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കുറയും. അപ്പോൾ നിങ്ങൾ മങ്കുമൂടി യൂസ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, സോഷ്യൽ മീഡിയ നിങ്ങൾ നല്ല രീതിയിൽ ഡിസ്ട്രാക്ട് ചെയ്യണ ഏതൊരു ആപ്പോ അല്ലെങ്കിൽ ട്രിഗർ ചെയ്യണ ഏത് ആപ്പ് ഉണ്ടെങ്കിലും എന്ത് ചെയ്യുക, ജസ്റ്റ് അൺഇൻസ്റ്റാൾ ഫോർ ദാറ്റ് സെർട്ടൈൻ പീരീഡ്. രണ്ടാമത്തെ കോമൺ ആയിട്ടുള്ള ഡിസ്ട്രാക്ഷൻ ആണ് നമ്മളെ സറൗണ്ടിങ്ങിലുള്ള മനുഷ്യന്മാർ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നമ്മളിപ്പോൾ എന്തെങ്കിലും ഗോളൊക്കെ സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴേക്കാരം ഓരോരുത്തർ വിളിക്കുക, അവിടെ നമുക്ക് അവിടേക്ക് പോകല്ലേ, നമുക്ക് ഇത് ചെയ്യല്ലേ, നമുക്ക് മന്തി കഴിക്കാൻ പോകല്ലേ. നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഓപ്ഷനുള്ളൂ. ഒന്നെങ്കിൽ നിങ്ങളെ ഗോൾസ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് ഓപ്ഷനുള്ളൂ. ഒന്നെങ്കിൽ ഓളോട് നോ പറയാം, നേരിട്ട് പറയാം, ആളോട് പറയാം എനിക്ക് ഇന്ന സംഭവങ്ങൾ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഗോൾസുകളുണ്ട്, എനിക്ക് അതിന് വേണ്ടി വർക്ക് ചെയ്യാനുണ്ട്, എനിക്ക് ഇപ്പോൾ ടൈം ഇല്ലാന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് നോ പറയാം, ആളെ ഇഗ്നോർ ചെയ്യുന്നതിന് പകരം. രണ്ടാമത്തെ എന്ത് ചെയ്യാം, അത് നടക്കൂല, എന്ത് ചെയ്യാം, ജസ്റ്റ് കട്ട് ദം, അവരെന്ത് ചെയ്യാം, ബ്ലോക്ക് ചെയ്യുക. ഇവിടെ ആരാണ് പ്രധാനം, യു ആൻഡ് യുവർ ഗോൾസ്, നോട്ട് യുവർ ഫ്രണ്ട്സ്. നമ്മളെ ഗോൾ അച്ചീവ് ചെയ്യാൻ ആരെ ബാധ്യതയാണ്, നമ്മളെ റെസ്പോൺസിബിലിറ്റിയാണ്. ഫ്രണ്ട്സ് വിളിച്ചാലും ആര് വിളിച്ചാലും നമ്മൾ ആ സംഭവം പ്ലാൻ ചെയ്തിട്ടുണ്ട് ചെയ്യുക, ഡു ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ ലാസ്റ്റത്തെ മൂന്നാമത്തെ പ്രോട്ടോക്കോളാണ് ഈറ്റ്, വർക്കൗട്ട് ആൻഡ് സ്ലീപ്പ്. നമ്മളെ ബ്രെയിനിന് അതായിക്കോട്ടെ നമ്മൾ എന്ത് സംഭവത്തിനാലും നമ്മളെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ട 3 സംഭവങ്ങളാണ് ഇതുള്ളത്. അതായത് നമ്മൾ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാം, നല്ല വിയർക്കണ ടൈപ്പ് ഓഫ് പെയിൻഫുൾ ആയിട്ടുള്ള വർക്കൗട്ട് ചെയ്യുക, മൂന്നാമത്താണ് നല്ല റെസ്റ്റ് എടുക്കുക, അതായത് സ്ലീപ്പ്. ഈ സംഭവങ്ങളൊക്കെ എല്ലാവരും വിചാരം നമുക്ക് ചെയ്യാൻ നല്ല ഇടങ്ങേറാണെന്ന്. ഇതൊക്കെ ഈസി ആയിട്ട് ഏറ്റവും ലോ സ്റ്റേജിൽ നമുക്കിന് ചെയ്യാം. നമുക്കിപ്പോൾ ഫുഡിൻ്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോട്ടീൻ പൗഡറൊക്കെ വാങ്ങി കഴിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ആനിമൽ ബേസ്ഡ് ഫുഡ് ഉണ്ടല്ലോ അത് നിങ്ങളെ മീൽസിൽ ആഡ് ചെയ്താൽ മതി. ലൈക്ക് എഗ്ഗ്, ചിക്കന്, മീറ്റ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഫിഷൊക്കെ എന്ത് ചെയ്യാം, കൂടുതൽ ആനിമൽ ബേസ്ഡ് ഫുഡുകൾ എന്തെങ്കിലും കഴിക്കുക. ഇനി വർക്കൗട്ടിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിലും നിങ്ങൾ ആൾറെഡി ജിമ്മിൽ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഇനഫ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഡെയിലി 30 മിനിറ്റ്സ് നിങ്ങളെ ബോഡി അളകണ എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് വർക്കൗട്ട്, റണ്ണിങ്ങോ വാക്കിങ്ങോ ഹോം വർക്കൗട്ടോ പുഷപ്പോ ഡെയിലി ഒരു നിങ്ങൾ ഇത്രേ ഉള്ളൂ ബ്രീഫിൽ പറയണമെങ്കിൽ ഒരു വിയർക്കുന്ന ടൈപ്പ് ഓഫ് വർക്കൗട്ട് ചെയ്യാം. മൂന്നാമത്തെ സംഭവമാണ് സ്ലീപ്പിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഒരു മിനിമം എല്ലാവരും പറയണ ഒരു 7 to 9 hours 8 hours ഒക്കെ ഒരു ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് എന്നും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. സോ അപ്പോൾ 3 പ്രോട്ടോകോൾസ് ഞാൻ പറഞ്ഞു. ഇനി ലാസ്റ്റത്തെ പാർട്ടായ വീഡിയോയുടെ ലാസ്റ്റത്തെ പാർട്ടായ ഈ മങ്കുമൂടി നമ്മളെ ലൈഫിൽ യൂസ് ചെയ്താൽ ഉണ്ടാകാൻ പോണ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജസും. അതിൽ ഫസ്റ്റത്തെ ഡിസ്അഡ്വാൻറ്റേജസ് ഞാൻ പറഞ്ഞുതരാം. അതിൽ ഫസ്റ്റത്തെ ഡിസ്അഡ്വാൻറ്റേജിലാണ് നമുക്ക് ആൾക്കാരായിട്ട് ഇൻട്രാക്ഷൻ കുറയും. ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളിപ്പോൾ ഒരു 6 മാസത്തേക്ക് ഒരു സംഭവം പഠിക്കാൻ കരുതി നിങ്ങൾ ആൾക്കാരായിട്ടുള്ള ടച്ചൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആൾക്കാരായിട്ട് ഇൻട്രാക്ഷൻ കുറയും. നിങ്ങൾ ഫുള്ള് ഗോൾസ്, വർക്ക്, സ്ലീപ്പ് ഇങ്ങനെ സംഭവങ്ങൾ മാത്രം ഒബ്സസ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആൾക്കാരായിട്ട് ഇൻട്രാക്ഷൻ കുറയുമ്പോൾ നമ്മളൊരു മെൻ്റലി ഫ്രസ്ട്രേഷനിലിട്ട് നമ്മൾ പോലും അറിയാതെ പോകും. അതായത് അരിസ്റ്റോട്ടിൽ പറഞ്ഞ മാതിരി മാൻ ഈസ് ആൻഡ് സോഷ്യൽ ആനിമൽ. നമ്മൾ ആരാണ്, സോഷ്യലുള്ള ഒരു ജീവികളാണ്. നമുക്ക് ആരായിട്ട് ഇൻട്രാക്ട് ചെയ്യണം, ആരായിട്ട് വർത്താനം പറയണം, ആരായിട്ട് നിൽക്കണം, നമുക്ക് മനുഷ്യന്മാർ വേണം. നമ്മളെപ്പോഴും നമ്മളെ കൂടെ മനുഷ്യന്മാരില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ചില ആൾക്കാരൊക്കെ പറയണു ഞാൻ അലോൺ വൾഫാണ്, എനിക്ക് അങ്ങനെ ആൾക്കാരൊന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുമൊക്കെ, ഞാൻ ഒറ്റയ്ക്ക് നേടുമൊക്കെ, ഞാൻ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നാണ്. അങ്ങനെ ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മളെ സറൗണ്ടിങ്ങിൽ പീപ്പിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് മനുഷ്യന്മാരില്ല. അത് ഒരു സംഭവം ഓലെ ഹെൽപ്പൊന്നും ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഏത് സംഭവം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ആൾക്കാരായിട്ട് ഇൻട്രാക്ഷൻ കുറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു മെൻ്റലി ഫ്രസ്ട്രേഷനിലോട്ട് എത്തിപ്പെടും. അതാണ് ഒന്നാമതിലെ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഡിസ്അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് പല ഇവൻറ്റ്സുകളും മിസ്സാവും. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഗോൾ സെറ്റ് ചെയ്ത് അതിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ടൈമുകൾ നമുക്ക് ഇതിന് തന്നെ കൊടുക്കാണ്ടാവും. അപ്പോൾ ഈ വെഡിങ്ങിനോ അല്ലെങ്കിൽ വല്ല ഇവൻറ്റ്സിനോ ഫ്രണ്ട്സാർപ്പല്ല പോക്കോ ഈ സംഭവങ്ങളൊക്കെ കൂടുതൽ മിസ്സാവുന്നതും ഇതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ടാണ് കാണുന്നത്. ഇനി രണ്ടാമത്തെ ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. അതിൽ ഫസ്റ്റത്തെ അഡ്വാൻറ്റേജസ് ആണ് യു ക്യാൻ അച്ചീവ് യുവർ ഗോൾസ്. ഇപ്പോൾ 2 ആൾക്കാരെ എടുത്ത് നോക്കുക. ഒരാൾ ജിമ്മിൽ പോകാൻ തീരുമാനിച്ചു, ഇയാളും ജിമ്മിൽ പോകാൻ തീരുമാനിച്ചു. 2 പേഴ്സൺ ഉണ്ട്, പേഴ്സൺ 1ഉം പേഴ്സൺ 2ഉം. പേഴ്സൺ 1ൻ്റെ രണ്ടാൾക്കും ഒരേ ഗോളാണ്, നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ബോഡി ഉണ്ടാക്കിയിടണം. രണ്ടാളും നല്ല തടിച്ച് നല്ല ഒരാൾക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ബോഡി ഉള്ളത്. അപ്പോൾ രണ്ടാളെ ഗോളും തന്നെയാണ് എന്ത്, നല്ലൊരു ബോഡി ഉണ്ടാക്കിയെടുക്കുക, ഹെൽത്തി ആയിട്ടുള്ള ബോഡി ഉണ്ടാക്കിയെടുക്കുക. ഇയാളെന്താ ഈ മങ്കുമൂടൊക്കെ യൂസ് ചെയ്ത് ഇതിന് മാത്രം നല്ല രീതിയിൽ ഫുഡ് കഴിച്ചു, ഇങ്ങനെ ജങ്ക് ഫുഡുകളൊക്കെ കട്ട് ചെയ്തു, നല്ല സ്ലീപ്പ് ബോഡി കൊടുത്തു, ഡെയിലി റെഗുലറായി ജിമ്മിക്ക് പോയി. ഇയാളാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല, എപ്പോഴാണോ മൂഡ് വരുന്നത് അപ്പോൾ ജിമ്മിൽ പോകും, എപ്പോഴാണോ
നല്ല രീതിയിൽ ഉറക്കം കിട്ടണം, അപ്പോൾ ഉറങ്ങും. അല്ലാതെ സ്ലീപ്പിന് ഷെഡ്യൂളൊന്നുമില്ല. കിട്ടുന്ന ഫുഡൊക്കെ വാരി വലിച്ച് തിന്നും. പ്രോട്ടീൻ അങ്ങനെയൊന്നുമില്ല. ഇതിൽ ആരേക്കാരം കൂടുതൽ മൂപ്പരെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ സാധ്യത? ഇയാൾ അച്ചീവ് ചെയ്യും. ബട്ട് ടൈം എടുക്കും. ടൈം എടുത്താലും മൂപ്പര് കരുതിയ ഒരു റിസൾട്ടിലേക്ക് മൂപ്പര് ഉദ്ദേശിച്ച ആ സംഭവത്തേക്ക് എത്താൻ പറ്റില്ല. ഇയാളാണെങ്കിലോ ഇയാൾ ഈ മങ്കുമൂടി ഡിസിപ്ലിന് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക്കായി ഇയാളെ ഗോൾസ് അച്ചീവ് ചെയ്യുക. അതാ ഞാൻ പറഞ്ഞത്. ഇതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ്. നമ്മൾ ഈ മങ്കുമൂടി സംഭവങ്ങളൊക്കെ ക്ലിയർ ആയതുകൊണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫോക്കസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള സാധ്യതയും പെട്ടെന്നുള്ള സാധ്യതയും കൂടുതലായിരിക്കും. രണ്ടാമത്തെ അഡ്വാൻറ്റേജസ് ആണ് നമ്മളൊരു ബെറ്റർ വേർഷനിലിട്ട് നമ്മളത് എത്തിപ്പെടും.